ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇളയച്ചനെ കാണാനായിട്ട് ശ്രുതി വരികയാണ്. ശ്രുതി ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട് ഇളയച്ചൻ വന്നോ, എൻ്റെ ബ്രേസ്ലെറ്റ് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇനി വേറെ അടവെടുക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രുതി എന്ന് വിളിച്ച് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പെട്ടെന്ന് കൈയോട് തടഞ്ഞിട്ട്, മതി, എനിക്ക് ഇളയച്ചനെ കാണണ്ട, ഞാൻ എത്ര തവണ ഇളയച്ചനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളയച്ചനെ നീക്കി നിർത്താണ്. ഇളയച്ചൻ ഞാൻ ഒരുപാട് വിളിച്ചു, ഇളയച്ചൻ ഫോൺ എടുത്തില്ലല്ലോ, എനിക്ക് ഇളയച്ചനെ കാണാൻ വേണ്ട, മിണ്ടേം വേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇളയച്ചൻ, അയ്യോ ആ വാതിലടക്കി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചിൻ്റെ അവരിങ്ങനെ വരികയാണ് കേട്ടോ. എന്താ കാര്യം എന്ന് സച്ചിൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്. വാതിലടക്കി ജനലുകളൊക്കെ അടക്കി എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് സോഫയിൽ കൂടെ കയറിയിട്ട് ജനലിൻ്റെ കർട്ടനൊക്കെ വലിച്ചിടാണ് കേട്ടോ. വട്ട് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. എന്നിട്ട് രവി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങളുടെ കയ്യിലൊക്കെ ഫോണുണ്ടോ, മൊബൈൽ ഫോൺ? ഫോണുണ്ട്. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യ്. അപ്പോൾ സച്ചി ചോദിക്കും, എന്തേ കാണിക്കുന്നത്, എന്തേ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, രുക്മിണി പോയിട്ടൊരു പാത്രം എടുത്തിട്ടോ. രുക്മിണിയോ? ഞാൻ രുക്മിണിയില്ല, രേവതി. ആരായാലും പോയിട്ടൊരു അടപ്പുള്ള പാത്രം എടുത്തിട്ട് വായോ എന്ന് പറയും കേട്ടോ. എന്നിട്ട് വേഗം തന്നെ ജനലിൻ്റെ കർട്ടനൊക്കെ വലിച്ചിടുകയാണ്. സോഫയിൽ കൂടെ ചവിട്ടി കയറിയിട്ടൊക്കെ ഉണ്ട്, പെല്ലൊക്കെ താഴെ വീഴാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു പാത്രം വാങ്ങിക്കുകയാണ്, എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിൽ വെക്കിയെന്ന് പറയട്ടോ. അതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് എല്ലാവരും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം രവി പറയാണ്, ഇളച്ച പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, സച്ചി നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്ക്. അങ്ങനെ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാണ്. രേവതി തൻ്റെ ഫോൺ ഉള്ളിൽ പോയിട്ട് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിലിട്ടിട്ട് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പില്ലോ കയറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആശ്വാസത്തോട് കൂടിയിട്ട്. എന്താ കാര്യം എന്ന് പറയാം ഇളയച്ച എന്ന് പറയാണ് കേട്ടോ. കാര്യമൊക്കെ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ സംഭവം ചോദിക്കുകയാണ്. അത് പിന്നെ അന്നത്തെ ഫംഗ്ഷന് പോലും ചേട്ടന് വരാൻ പറ്റിയില്ല. അപ്പോൾ അത് ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല, താലി പിരിച്ച് കൊടുക്കൽ ചടങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കരയാണ് കേട്ടോ ഇളയച്ചൻ. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇളയച്ച കരച്ചിൽ നിർത്തി, കാര്യം പറയുമെന്ന് പറയട്ടെ. എന്താ ഇളയച്ച എൻ്റെ അച്ഛൻ എന്ത് പറ്റിയെന്നൊക്കെ ശ്രുതിയും ചോദിക്കുന്നുണ്ടേ. അപ്പോൾ ശ്രുതിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവും. സച്ചി ചോദിക്കും, രേവതി ഇങ്ങനെ എന്തിനാ കരയുന്നത്? എനിക്കങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രുതിയുടെ അച്ഛനങ്ങനെ തട്ടിപ്പോയാ, ഒന്ന് മിണ്ടാണ്ടിക്ക് സച്ചിയേട്ടാ എന്ന് പറയട്ടോ രേവതി. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, താലി പിരിച്ച് കോർക്കൽ ചടങ്ങിനെ ഫ്ലൈറ്റിൽ കയറിയതാണ്, സീറ്റ് ബെൽറ്റ് ഇട്ടതാണ്. പക്ഷേ അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന് തോക്ക് ചൂണ്ടിക്കാണിച്ച് അറസ്റ്റ് ചെയ്തു. അതെ, പാർട്ട്നേഴ്സ് ചതിച്ചതാ. ഒരുപാട് കമ്പനികൾക്ക് കാശ് കൊടുക്കാനുണ്ട്, ആ കാശൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പാർട്ട്നേഴ്സ് ചതിച്ചു. അവർ തന്നെ അത് മുക്കി. കോടിക്കണക്കിന് രൂപയാണ് ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത്. ഇപ്പം എൻ്റെ ചേട്ടൻ ജയിലില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അപ്പോൾ ചോദിക്കും, ജയിലിലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മലേഷ്യയിൽ ജയിലിലാണ് ഇപ്പോൾ എന്ന് പറയട്ടോ. ശശിക്ക് എന്നോട് വിശ്വാസം വരുന്നില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ശ്രുതി ചോദിക്കുന്നത്, എന്താ ഇളയച്ചി പറയുന്നത് എന്ന് ചോദിക്കുകയാണേ. അന്നേരം അയാൾ ശ്രുതിയുടെ മുഖത്ത് വെച്ചിട്ട് പറഞ്ഞു വിട്ടതുപോലെ തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതി ചോദിക്കും, പറഞ്ഞു വിട്ടതുപോലെ. അപ്പോൾ പെട്ടെന്ന് ശ്രുതിനെ കണ്ണോട്ട് ഇങ്ങനെ കാണിക്കുകയാണേ. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, അതെ, പറഞ്ഞു വിട്ടത്, ജയിലിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രുതിയുടെ അച്ഛനെ. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞു വിട്ടതുപോലെ തന്നെ ഞാനിവിടെ വന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അങ്ങ് കരയാൻ തുടങ്ങും കേട്ടോ. ഭയങ്കര അഭിനയമാണ്. പൊട്ടി കരയാണ്. അച്ഛാ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അച്ഛനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ശ്രുതി വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ശ്രുതിയും കൂടിയിട്ട് മലേഷ്യയിൽ ജയിലിൽ പോയിട്ട് അദ്ദേഹത്തെ കാണട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്ന് ശരിയാണ്, അങ്ങനെ പോയി കാണട്ടെ എന്ന് പറയട്ടോ വീരാൻ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കണം. അല്ല, അത് വേണ്ട, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്രുതിനെയും കൂടിയിട്ട് അവർ അറസ്റ്റ് ചെയ്യും എന്ന് പറയട്ടോ. ആണോ? അപ്പം ശ്രുതിയുടെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ എന്ന് ചോദിക്കുകയാണ്. സ്വത്തുക്കളൊക്കെ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും തിരിച്ചു കിട്ടും, കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ചന്ദ്രമുഖമൊക്കെ ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതൊരു നല്ല കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതൊരു കെട്ടിച്ചമച്ച കഥയായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ സച്ചിനെ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ വീരാൻ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ തന്നെ ശരിയാക്കി എടുക്കും, 10 വക്കീലന്മാരെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ 11 ആക്കിക്കൂടെ, ക്രിക്കറ്റ് കളിക്കാമല്ലോ എന്ന് സച്ചി ചോദിക്കുകയാണ് കേട്ടോ. ഇവനോട് മിണ്ടാതിരിക്കാൻ പറയും, ഞാൻ എല്ലാത്തിനെയും ആടിനെ വെട്ടുന്ന പോലെ വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്ക് സച്ചി, ഈ ആട് എവിടെ പോയി എന്നാണ് ഞാൻ ഇത്രയും നേരം വിചാരിച്ചിരുന്നത്, വന്നു എന്ന് പറയും കേട്ടോ. സച്ചി ഒന്ന് മിണ്ടാതിരിക്കും സച്ചി എന്ന് രവി പറയുകയാണ്.
ചന്ദ്രൻ പറയുന്നുണ്ട് അവർ വായ അടപ്പിച്ച് വെക്കുകയെന്ന് പറയട്ടോ. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്കിനി ഇവിടെ നാട്ടിൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണെന്ന് പറയട്ടോ. ഓടിപ്പോകുന്നതോ? ആ, ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ അവർ അന്യം പിടിക്കും. അപ്പം നിങ്ങളിനി തിരിച്ചു പോകുന്നില്ലേ എന്ന് ചച്ചി ചോദിക്കും. ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാനിവിടെ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയതിന് ശേഷം വീട്ടിലേക്ക് തിരികെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോഴേക്കും നമ്മളെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കരച്ചിൽ അങ്ങോട്ട് നിർത്തുന്നില്ലേ. എല്ലാവരും ഇങ്ങനെ ശ്രുതിനെ ആശ്വസിപ്പിക്കുന്നു. മോളെ ശ്രുതി, നീ ഇങ്ങനെ കരയല്ലേ, എന്നാലും ഞാൻ എൻ്റെ അച്ഛനോട് ഇത്രയും കാലം പിണങ്ങി നിന്നിട്ട് എൻ്റെ അച്ഛന് ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റാതായല്ലോ, എൻ്റെ അച്ഛൻ ജയിലിലായല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലും ഭയങ്കര അഭിനയം കേട്ടോ. അപ്പോൾ ശ്രുതി ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ശ്രുതി, നീ വിഷമിക്കാതിരിക്കുക, നീ അച്ഛനൊന്നും സംഭവിക്കില്ല. എന്നിട്ട് വന്നിട്ട് നമ്മളെ ശ്രുതി അങ്കിളിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമോ അങ്കിളെ എന്ന് ചോദിക്കുകയാണ്. ആ, ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യും. കാരണം ഇനി ശ്രുതിയുടെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ ശ്രുതിക്കല്ലേ. ആ, എനിക്കാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ആ സമയത്ത് ഒരു സന്തോഷം വരുന്നുണ്ട്. ആ, അതുകൊണ്ട് ശ്രുതിനെ അവർ പിടിച്ച് ജയിലിലിടും, ഈ എന്നെ വരെ ജയിലിലിടും, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്ന് പറയുകയാണേ. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്തായാലും ഇതൊരു വലിയൊരു ദുഃഖവാർത്ത തന്നെയായിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയാം കേട്ടോ. എന്തായാലും മോളെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുകയാണ് കേട്ടോ. ശ്രുതി കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ആ എന്ന് പറഞ്ഞിട്ട് വേഗം കരയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ എൻ്റെ ചേട്ടനെ എങ്ങനെ ഇറക്കും എന്നാലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് കരഞ്ഞു പോയതാണ് എന്ന് പറയും കേട്ടോ. എന്തായാലും ശ്രുതി മോളെ അങ്കിള് പോട്ടെ എന്ന് പറയും കേട്ടോ. ശരി അങ്കിളെ എന്ന് ശ്രുതിയും പറയും കേട്ടോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ വീണ്ടും ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ്. പിന്നെ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വന്നൊന്നും പറയണ്ട, വേഗം വാതിൽ ഓർക്ക് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പൊട്ടി കരയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയും രവിയൊക്കെ വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ മോളെ പോട്ടെ എന്ന് പറയട്ടോ. മോള് വിഷമിക്കല്ലേ, എന്നാലും ആൻറ്റി എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ വന്നല്ലോ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അങ്കിൾ എന്നൊക്കെ പറയുകയാണേ. ആ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ സംശയത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ മുറിയിലെത്തിയതിന് ശേഷം നല്ല കരച്ചിൽ തന്നെയാണ് കേട്ടോ. കരച്ചിൽ നിർത്തുന്നില്ല. എൻ്റെ ശ്രുതി നീ കണ്ണീരൊന്ന് തുടക്കി ശ്രുതി പറയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര വരികയാണ്. മോളെ ഇതുവരെ കരച്ചിൽ നിർത്തിയില്ലേ, കരയിൽ ശ്രുതി, കുറച്ച് നാൾ കഴിഞ്ഞാൽ അച്ഛൻ ഇറങ്ങാൻ പറ്റുന്നല്ലേ പറഞ്ഞു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പാർട്ട്നേഴ്സല്ലേ ചതിച്ചത്. പിന്നെ ആ ഇളയച്ചൻ ലോയേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ശരിയായിട്ട് അച്ഛൻ തിരികെ വരും എന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ചന്ദ്രനെ പിടിച്ച് കരയാണ് കേട്ടോ. പഴയ സ്നേഹം തിരിച്ച് കിട്ടിയെന്ന് ആശ്വസിക്കുകയാണ്. ഇതേ സമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയോട് പറയാണ്, ഇതൊക്കെ ഒരു കെട്ടിച്ചമച്ച കഥ പോലെ തോന്നില്ലേ, എന്തോ ഒരു പന്തികേടുണ്ട്. അപ്പം രേവതി പറയും, സച്ചിയാണ് എല്ലാ സംശയത്തോടു കൂടി മാത്രം നോക്കുള്ളൂ, ആ ശ്രുതിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, എന്തൊരു വിഷമാണ് ശ്രുതിക്ക് എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകും കേട്ടോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രവി അവിടെ വന്ന് നിൽക്കും. അപ്പോൾ രേവതി കോഫി കൊണ്ടുവന്നിട്ട് രവിക്ക് കൊടുക്കൂട്ടോ. എന്നിട്ട് ചന്ദ്രയ്ക്ക് കൊടുക്കും. നിന്നോട് ആരുടെ ഞാൻ പറഞ്ഞത് ഈ കോഫി കൊണ്ടുതരാൻ? അമ്മ എല്ലാ ദിവസവും ഈ സമയത്ത് കോഫി കുടിക്കാറില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. പെട്ടെന്ന് ആ കോഫി എടുത്ത് ദൂരത്തേക്ക് വലിച്ചെറിയാണ് കേട്ടോ ചന്ദ്ര. എന്താടി നീ കാണിച്ചത്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രനോട്. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എടി നിനക്ക് എന്താ സംഭവിച്ചെന്നല്ല ചോദിച്ചത്, നിങ്ങളല്ലേ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.